നമസ്കാരം. ഇതെന്തോന്ന് കുണച്ച ടീം ഇവിടെ എനിക്ക് മനസ്സിലാവില്ല. വേൾഡ് കപ്പ് 2 വട്ടം തുടർച്ചയായിട്ട് ജയിച്ച ടീമാണ് ഓടിയിടന്ന് തോക്കുന്നത്. ഈ പ്ലേയിങ് 11 കാണുമ്പോൾ തന്നെ എന്തോ ഒരു അപാകത തോന്നുന്നില്ലേ? എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പ്ലേയിങ് 11 കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ആ കൂടെയുള്ള ഹർഷദീപ് സിംഗ് ഉണ്ട് എറിയാൻ വേണ്ടി. വേറെ ഏത് തേങ്ങ ഇരിക്കുന്നതിനകത്ത് കുറെ 3 സ്പിന്നറെ കൊണ്ട് ഇറക്കി വിട്ടു. അവന്മാരാണെങ്കിൽ ലോടി ഇടന്ന് അടി വാങ്ങുന്നു. രവി വിഷ്ണുവായി എന്ത് തേങ്ങയ്ക്ക് കൊണ്ടുവരണമെന്ന് എനിക്കൊരു പിടുത്തവും. അവൻ ഡെയിലി അവന്റെ ആക്ഷൻ മാറ്റുന്നുണ്ട്. നോ ബോൾ 6, നോ ബോൾ 6, നോ ബോൾ 6. എന്തോന്നടേ ഇത്? ശ്രേയസ് അയ്യറെ, ഇതിൽ അവന്റെ പ്രാക്കാണ് നിനക്ക്, അവന്റെ ശാപമാണ്. ആര്? സൂര്യകുമാർ യാദവ്. എന്ത് തേങ്ങ ആയിക്കോട്ടെ. അവൻ ഉണ്ടായിരുന്നപ്പോ, ക്യാപ്റ്റനായിട്ട് ഉണ്ടായിരുന്നപ്പോ ഒരു കളിയും തോറ്റിട്ടില്ല. വലിയ 1-2 വല്ലപ്പോ ഒരിക്കൽ തോക്കും, അത്ര തന്നെയാണ്. ടീം ജയിക്കുന്നുണ്ടായിരുന്നു. ഒരു വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ആ ക്യാപ്റ്റനെ തന്നെ എടുത്ത് എറിഞ്ഞുകൊണ്ട്, ക്യാപ്റ്റൻ സ്ഥാനം മാറാം, ഓക്കെ, അവന്റെ ടീമിലും പോലും വെക്കാതെ എടുത്തെറിഞ്ഞു. അവന്റെയൊക്കെ ശാപങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ശ്രേയസ് അയ്യർ എന്ത് ചെയ്തു? അന്നിട്ട് എത്ര കളിയായി? 3-4 കളിയായി. ഏതെങ്കിലും ഒരു കളി ജയിച്ചാ? ഇത് തുടക്കം തന്നെ 2 വിക്കറ്റ് വീണിട്ട് പോലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. നിങ്ങൾ ഏത് കളി ജയിക്കാൻ പോണ്ടേ? എനിക്ക് മനസ്സിലാവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദയനീയമാണ്. ആ നെതർലാൻഡോടെ പോയി കളിച്ച് അവന്മാര് ഓട്ടിച്ചിട്ട് തോപ്പിച്ച് 2 കളി ഓട്ടിച്ചിട്ട്. ആ കുഞ്ഞൻ ടീമിന്റെ കൂടെ നിനക്കൊക്കെ ജയിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ 156 എത്രയൊക്കെ അടിച്ചിട്ട് അതുപോലും ചേസ് ചെയ്ത് ജയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് എവിടെ പോയി നിൽക്കുന്നു നിങ്ങളുടെ ടീം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സഞ്ജു സാംസണെ ഇന്ന് മാറ്റി. എന്ത് തേങ്ങയ്ക്ക് മാറ്റിയത് എനിക്ക് മനസ്സിലാവില്ല. വൈഭവ് സൂര്യവംശിയൊക്കെ ശരി തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ 2 കളിയും കൂടി സഞ്ജുവിനെ ഇറക്കണമായിരുന്നു. ഇന്ത്യ ഈ ഒരു കപ്പില്ലയോ, ഈ ഒരു ടൂർണമെന്റ്, ഈ ഒരു ഇംഗ്ലണ്ട് ടൂർണമെന്റ് കപ്പ് ഉറപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്ന ലാസ്റ്റ് കളിയായിട്ട് അവനെ ഇറക്കണം. ഒന്നല്ലേ ഉള്ളൂ, 1 എടുത്ത് കൊടുക്കാതെ. അത് നല്ല ബാറ്റ്സ്മാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എടുത്ത് കൊടുക്കാതിനല്ലല്ലോ പ്രശ്നം. ഈ കഴിഞ്ഞ കളി നിങ്ങൾക്ക് ഈ പറയുന്ന വേൾഡ് കപ്പ് വാങ്ങിത്തന്ന ഒരു മനുഷ്യനാണ് സഞ്ജു എന്ന് പറയുന്നത്. 2-3 കളി അവൻ ശരി തന്നെയാണ്. ഫോം ഔട്ട് ആയിരുന്നു. ആരൊക്കെ ഫോം ഔട്ട് ആയിരുന്നു? എല്ലാവരും മിക്കണ്ണ ഫോം ഔട്ട് ആയിരുന്നല്ലോ. അവിടെ പോയപ്പോ, നെതർലാൻഡിൽ പോയപ്പോ മൊത്തം ഫോം ഔട്ട് തന്നെ ആയിരുന്നല്ലോ. അപ്പൊ അവനെ മാത്രം അങ്ങ് എടുത്ത് എറിയുക. അവനെ പിന്നെ ആർക്ക് വേണ്ട തട്ടി കളിക്കാനിട അപ്പോ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് വേൾഡ് കപ്പ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. 3 കളികൾ, ക്വാർട്ടർ ആയിക്കോട്ടെ, സെമി ആയിക്കോട്ടെ, ഫൈനൽ ആയിക്കോട്ടെ, അവയില്ലെങ്കിൽ നിങ്ങൾ കപ്പില്ല എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ. അതിനുശേഷം പിന്നെ IPL നല്ല രീതിയിൽ പെർഫോം ചെയ്തു. 2 സെഞ്ചുറി അടിച്ചു. എന്നിട്ട് ഇവിടെ വന്ന് ആ 2 കളി ഔട്ടായിരുന്നു. ഈ കളി ഔട്ടായെന്ന് പറഞ്ഞു ഉടനെ അവനെ എടുത്തെറിഞ്ഞു. എടുത്തെറിഞ്ഞിട്ട് കൊച്ചു പയ്യൻ അവനെ കൊണ്ടു. ശരി, ഓക്കെ, ശരി തന്നെയാണ്. അവൻ ഇപ്പം ഇന്ന് കളിക്കാത്തതിലും വലിയ പ്രശ്നമൊന്നും. പക്ഷെ അപ്പം അങ്ങനെയല്ല ചെയ്യാനുള്ളത്. 2 കളിയും കൂടി അവന് കൊടുക്കണം. ഇതാണ് ഇന്ത്യയിലെ ഒരു പ്രശ്നം. അത് തുടക്കം തൊട്ടേ ഈ പറയുന്ന സഞ്ജു സാംസൺ ഉണ്ട്. ആ മേടിച്ചാണ് കളിക്കുന്നത്. എത്രയൊക്കെ അടിച്ചാലും ടീമിൽ ഇടമില്ല എന്നുള്ളതാണ്. എത്രയോ പേര് താഴോട്ട് കിടക്കുന്നു, എത്രയോ കളി കൊണ്ട് ഫോം ഔട്ടായി നിൽക്കുന്നവര്. ഇന്ത്യയിലെ ഒരു സ്ഥിരം പ്രശ്നമാണ്. ആര് ഫോം ആയിട്ടില്ല അവരെ പോ അടുത്ത ആള്. ശ്രേയസ് അയ്യർ കഴിഞ്ഞ വേൾഡ് കപ്പിലോ അല്ലെങ്കിൽ T20 ടീമിലോ കൂടി ഇല്ലാത്ത ഒരുത്തനെ നേരെ എടുത്തുകൊണ്ട് ക്യാപ്റ്റനാക്കി. അവൻ കളിക്കുന്നുണ്ടില്ല ഇല്ലെന്നല്ല, ഒരു കളിയെങ്കിലും ജയിക്കുന്നുണ്ട്. ഒരിത്തിരി ഗുരുത്വം, ഇത്തിരി ഭാഗ്യം, അതൊക്കെ വേണോടെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ സൂര്യകുമാർ ഉണ്ടായിരുന്നപ്പോഴും ചെറിയ സ്കോർ ആണെങ്കിൽ പോലും എവിടെ കൂടിയെങ്കിലും ബൗളേഴ്സിനെയൊക്കെ മാറ്റി എവിടെ കൂടിയെങ്കിലും വിക്കറ്റ് കൊണ്ട് തള്ളി വിടുവായിരുന്നു. എന്തിനാണ് നീക്ക് 3 സ്പിന്നറെ കൊണ്ടുവന്നത്? എനിക്ക് മനസ്സിലാവില്ല. വേറെ ആരും ഇല്ലേ ഈ ടീമില് വെക്കാൻ വേണ്ടിയിട്ട്? പ്രസിദ്ധ് കൃഷ്ണ കഴിഞ്ഞിട്ട് അടി വാങ്ങിച്ചല്ലേ? എനിക്കറിയത്തില്ല ഇത് എന്തൊരു ടീമാണെന്ന്, എന്തൊരു കുണച്ച ടീമാണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. മൂഞ്ച ടീം. ഫസ്റ്റ് കളി അറിയാമല്ലോ, ഫസ്റ്റ് കളി മഴയെന്നും പറഞ്ഞുകൊണ്ട് അതങ്ങ് ഒഴുകിപ്പോയി. അതും തോക്കുമായിരുന്നു. ഈ ലെവലാണെങ്കിൽ തോക്കുമായിരുന്നു എന്നുകൊണ്ട് ഫസ്റ്റ് ഓവറിൽ 2 വിക്കറ്റ് തള്ളിയിട്ട് 190 റൺസും ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും നിനക്കൊക്കെ എറിഞ്ഞു പിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് തേങ്ങിയിരിക്കണമെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എന്നുള്ളതാണ്. കഷ്ടം, ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ പോയിരിക്കുന്നു. തുടർച്ചയായി തോക്കുകയാണ്. വേൾഡ് കപ്പ് ജയിച്ചതിന് വന്ന ശേഷം തുടർച്ചയായിട്ട് തോക്കുകയാണെന്നേ. രവി വിഷ്ണു ഒരു ഓവറിൽ കൊടുത്തത് 29 റൺസ്. ആ ഒരൊറ്റ ഓവറിലാണ് കളി തോക്കണത്. 29 റൺസ്, നോ ബോള്. നീ എന്തിന്റെ ഡെയിലി നീ ഇത് മാറ്റുന്നത്? ഡെയിലി ആക്ഷൻ മാറ്റുന്നുണ്ട്. ഹർഷദീപ് സിംഗ് ഒരു ഓവറിൽ, ഫസ്റ്റ് ഓവറിൽ 2 വിക്കറ്റ് തള്ളിയിട്ട് അതിന്റെ അടുത്ത ഓവറിൽ 27 റൺസ് കൊടുത്തു. വെരി ഗുഡ്, ഒന്നും പറയാനില്ല. സ്കോർ ബോർഡ് ഇന്ത്യക്ക് ടോസ് കിട്ടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. കാരണം അന്ന് അവിടെ ചേസ് ചെയ്ത് തോറ്റതിന് ശേഷം അവർക്ക് ഭയങ്കര പേടി, ചേസ് ചെയ്ത് ഇനി തോക്കുമെന്നാണ് വിചാരം. അതുകൊണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. നമ്മുടെ അഭിഷേക് ശർമ്മ
കുറച്ച് കളി കൊണ്ട് ഫോമിലാണ്. 24 ബോളിൽ 43 റൺസ് അടിച്ചു, ഒരു 6 ഒക്കെ അടിച്ചു. കുറെ തുഴയെ കൊണ്ട് 2 അഭിഷേക് ശർമ്മയിൽ നിന്ന് സൂര്യവംശം കൂടി നിന്ന് നേരിച്ച ചുമ്മാ വീശൊക്കെ തന്നെ, ചാള വീശണ ഒന്നും ബാറ്റിൽ കൊള്ളില്ലായിരുന്നു. പിന്നെ കൊണ്ടതിന് ശേഷം കളിച്ചു എന്നുള്ളതാണ്. സൂര്യവംശി പാവം കൊച്ചു ചെറുക്കനാണ്, ഫസ്റ്റ് കളിയാണ്, അവനെ കുറ്റം പറയാനേ പറ്റില്ല. എന്നാലും 2 6 അടിച്ചു. ആർച്ചറിന്റെ ഫസ്റ്റ് ബോൾ 6 അടിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഓക്കെ, അവൻ കയറി വരും എന്നുള്ളതാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന സാംസണെ ബലി കൊടുക്കേണ്ടതില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഈ കളിയും അതിൻ്റെ അടുത്ത കളിയും കൂടി അവന് ചാൻസ് കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം വേണമെങ്കിൽ ലാസ്റ്റ് 1-2 കളികളിൽ സൂര്യവംശിക്ക് ഒരു ഡെബ്യൂ എന്നുള്ള രീതിയിൽ കൊടുക്കാമായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ശരിയായില്ല. ഇഷാൻ കിഷൻ കുറച്ചു കാലം കൊണ്ട് റണ്ണൗട്ടായിരുന്നു. ഈ കളി 49 റൺസ് അടിച്ചു എന്നുള്ളത്. ഇഷാൻ കിഷനൊക്കെ അവസാനം ഇതൊന്നും അല്ല നിൽക്കാനുള്ള നല്ല സ്കോർ ഉണ്ടായിരുന്നു. അവസാനം ഒരു 16 തൊട്ട് എനിക്കൊന്നൊരു 19 ഓവർ വരെ ഇവർ ഒരേ തുറച്ചിലായിരുന്നു. ഇവർക്ക് ഒന്നും കിട്ടുന്നില്ല. റണ്ണ ബോളും കൂടി അടിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറി. തിലക് വർമ്മ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് അവന്റെ ഒരിത്. പക്ഷെ ഇന്ന് അടിച്ചത് കൊണ്ട് ഈ പറയുന്ന 190 റൺസ് എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് എത്തി. ഇല്ലെങ്കിൽ അത് ഒത്തൂലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അക്ഷർ പട്ടേൽ ബൗളിങ്ങിന് മാത്രമേ കൊള്ളൂ, ബാറ്റിങ്ങിന് ഇപ്പോൾ ഒന്നും കൊള്ളത്തില്ല എന്നൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അക്ഷർ പട്ടേലൊക്കെ ഒരു ബാറ്റ് ചെയ്ത് ഒരു 10-20 റൺസ് അടിച്ച് കണ്ടിട്ട് വർഷങ്ങളായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ ഒരു ബാറ്റിങ്ങേ കാണാനില്ല. ഹർഷിത് റാണേനെ അവനെക്കാട്ടി ഫ്രണ്ടിൽ ഇറക്കി വിടുന്ന അങ്ങനെ ഒരു ഗതികേട് നമ്മൾ ബാറ്റിംഗ് ലൈനപ്പ് കാണുമ്പോൾ എന്തോ ഒരു കുറവ് പോലെ തോന്നുന്നു. എന്തോ ഹ്യൂജ് ആയിട്ട് എന്തോ ഒരു മിസ്സിങ് പോലെ. ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു മിസ്സിംഗ് ഉണ്ട്. ആ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ ആ മിസ്സിംഗ് നല്ല രീതിയിൽ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന്. അതായത് ശ്രേയസ് അയ്യർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വലിയ ബാറ്റിംഗ് ഇല്ലാത്തത് പോലെയാണ്. ഈ തിലക് വർമ്മയുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിലക് വർമ്മ കുറച്ച് ബോളൊക്കെ തട്ടി ചിലപ്പോൾ അടിച്ച് ഇത് ഇന്ന് തന്നെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അടി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ബോളിലേക്ക് നമുക്ക് അടിച്ചുകളയും. എല്ലാവർക്കും പിന്നീട് ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ബൗണ്ടറി അടിക്കാൻ പറ്റാത്ത ബോളൊക്കെ അവർ അടിച്ചു കളയും. എല്ലാവർക്കും പേടിയുള്ള ബൗണ്ടർ അവൻ അടിച്ചു കളയും. അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് T20 ആയിട്ട് അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത പല ഇതുകളും കണ്ടിട്ടുണ്ട് എന്നുള്ളത്. വൺഡേയിലാണെങ്കിൽ അവൻ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആണ് വൺഡേയിൽ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഇഷാൻ കിഷൻ കളിച്ചു. ശ്രേയസ് അയ്യർ കഴിഞ്ഞ കളിയും ഈ കളിയും വലിയ പ്രശ്നമില്ലാതെ കളിച്ചിട്ടുണ്ട്. 37 റൺസ് അടിച്ചിട്ടുണ്ട്, 22 ബോൾ പിന്നീട് നേരിട്ടുണ്ട്, ഒരു 6 3 4 അടിച്ചു. ശിവൻ ഡൂബെ പോണ്. തിലക് വർമ്മ 24 റൺസ് അടിച്ചു. അവന്റെ ആ ഒരു ഇതിലാണ് 2 6 ആ ഒരു ഓവറിൽ അടിച്ചതിലാണ് ഇത്രയെങ്കിലും കയറിയത് റാണ. അപ്പൊ അങ്ങനെ 190 റൺസ് 7 വിക്കറ്റിന് ഇവന്മാർ അടിച്ചു. ആർച്ചർ 1 വിക്കറ്റ് തള്ളിയിട്ടത്, സാം കരണ 3 വിക്കറ്റ് തള്ളിയിട്ടു കേട്ടോ. അവനാണ് വിക്കറ്റ് എടുത്തത് എന്നുള്ളതാണ്. പിന്നെ യുവമാര് ബാറ്റിംഗ് 2 പേര് ടക്കിപ്പോയി. അതായത് സാൾട്ടും ബട്ട്ലറും എന്ത് ചെയ്തു, ഡക്കിൽ ഔട്ടാക്കി, അർഷദീപ് സിംഗ് ഔട്ടാക്കി എന്നുള്ളതാണ്. അതായത് 0-ൽ 2 വിക്കറ്റ് ആയിരുന്നു. എന്നിട്ട് പോലും യുവമാർക്ക് ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അവന്മാരെ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് വന്ന് നല്ല അടി അടിച്ചു. അതിലാണ് ഒരു ഓവറിൽ 27 റൺസ് അർഷദീപിനെ തലങ്ങും വിലങ്ങും എടുത്തിട്ട് അടിച്ചത്. 15 ബോളിൽ 39 റൺസ് അടിച്ചു അവൻ പോയി. അവന്റെ വിക്കറ്റൊക്കെ തള്ളിയിട്ടപ്പോൾ ഞാൻ ജയിക്കുമെന്നാണ് കരുതിയത്. ബേത്തൽ വന്ന് അവനാണ് ഈ മാൻ ഓഫ് ദി മാച്ച് അവൻ തന്നെയായിരിക്കും. 46 ബോളിൽ 76 റൺസ് അടിച്ചു, 5 6 5 4 നോട്ട് ഔട്ടായിട്ട് നിന്നിട്ടുണ്ട്. ബാത്തലും ബാൻറ്റനും വന്ന് 39 റൺസ് അടിച്ചു. വിൽ ജാക്സ് 9, സാം കറാൻ 7. ഇതായിരുന്നു അവന്മാരുടെ ഇത്. ആ ഒരു വിക്കറ്റ് ഇവന്മാർ ഏതെങ്കിലും ഒരു വിക്കറ്റ് നേരത്തെ തള്ളിയിട്ടിരുന്നുവെങ്കിൽ പിന്നെയും ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവറിൽ ലാസ്റ്റ് 18 ഓവറിൽ കൊണ്ടുവന്ന് 29 റൺസൊക്കെ വിട്ടുകൊടുക്കുമെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെ ജയിക്കും? നോ ബോളേ, എന്തിനു നീ ഡാൻസ് കളിക്കണ കോപ്പല റണ്ണ് എപ്പോഴും ഗൂഗിളിൽ ഇട്ടുകൊണ്ടിരിക്കും. വേറെ ഒരു വെറൈറ്റി ഞാൻ കണ്ടു. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അർഷദീപ് സിംഗ് 40 റൺസ് വിട്ട് കൊടുത്തിട്ട് 3 വിക്കറ്റ് എടുത്തു. ആദ്യത്തെ ആ 27 ആ ഒരു ഒറ്റ ഓവറിൽ ശരി അത് വിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവ എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഹർഷിത് റാണ 30 റൺസ് 3 ഓവറിൽ 1 വിക്കറ്റ്. രവി വിഷ്ണോയി വെരി ഗുഡ്, 4 ഓവറിൽ 60 റൺസ്. പട്ടേൽ സൂപ്പറായിട്ട് എറിഞ്ഞു, 20 റൺസ് വിട്ട് കൊടുത്തുകൊണ്ട് 1 വിക്കറ്റ് എടുത്തു. വരുൺ ചക്രവർത്തി ഇപ്പോഴും പഴയ ലീവിൽ തന്നെ 37 റൺസ് വിട്ട് കൊടുത്തുകൊണ്ട് ഒരു വിക്കറ്റ്. വരുൺ ചക്രവർത്തിയുടെ പഴയ സംഭവം ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് കുറെ ദിവസം കൊണ്ട് ഞാൻ റിവ്യൂവും കുറ്റാങ്ങിയൊന്നും ഇടാതിരിക്കുകയാണ്. എന്തെങ്കിലും ജയിക്കുമെന്ന് കരുതി. ഇവന്മാര് ജയിക്കുമെന്നും തോന്നുന്നത്. ഈ ടൂർണമെന്റും തോക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ലൈനപ്പ് ആണെങ്കിൽ തോക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരിക്കലും ഈ പറയുന്ന ഹർഷദീപ് മാത്രം ഒരു ഹർഷിത് റാണയൊക്കെ എനിക്ക് തോന്നണില്ല. ഇത്
ഈ ഒരു പ്ലേയിങ് ഇലവനോട് എനിക്ക് അത്ര മതിപ്പില്ല. വേറെ ആരും ഇല്ല ഇതിനകത്ത്. ഇനി കയറി നോക്കണം ആരൊക്കെയാണ് നമ്മൾ എടുത്തത്. എന്തോ എനിക്കെന്തോ ആ ഒരു പ്ലേയിങ് ഇലവൻ കാണുമ്പോൾ തന്നെ തോക്കുമെന്ന് തോന്നുന്നു സത്യം. കഴിഞ്ഞ കളിയിൽ തന്നെ ഞാൻ ഒരു പ്ലേയിങ് ഇലവൻ ഇങ്ങനെ എഴുതി കാണിക്കുന്നത് എന്തോ ഒരു മിസ്റ്റേക്ക്, എന്തോ ഒരു കുറവ് പോലെ, ഹ്യൂജ് ആയിട്ടുള്ള എന്തോ ഒരു കുറവ് പോലെയൊക്കെ നമുക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.